ചേട്ടാ. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ടീമിനെ അയച്ചു, എന്നെ വിളിച്ചു, ഞാൻ ചെന്നു കണ്ടു, സംസാരിച്ചു. ഞങ്ങൾ തമ്മിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെയാണ് മീഡിയ അറിയിച്ചത്. അപ്പോൾ രാഷ്ട്രീയ മോഹം ഉള്ളിലുണ്ട്, മോദി ആവശ്യപ്പെട്ടാൽ പോകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓഗസ്റ്റ് 2-ന് മുമ്പ് ഞാൻ ഇതാണ് പറഞ്ഞതാണ്, അദ്ദേഹത്തോടും പറഞ്ഞതാണ്. എനിക്കങ്ങനെ ഒരു രാഷ്ട്രീയ മോഹവുമില്ല. ഇത് ഇവരോട് പറഞ്ഞിട്ടുണ്ട്, ശ്രീകാന്തിയോട് പറഞ്ഞിട്ടുണ്ട്, ഉമ്മൻചാണ്ടി അച്ഛൻ വഴി ചോദിച്ചപ്പോൾ അച്ഛനോടും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ നവംബറിൽ രമേശന്റെ പേരും പറഞ്ഞിട്ടുണ്ട്. ഇതല്ല എന്റെ പക്ഷെ കഴിഞ്ഞ ഓഗസ്റ്റ് 2-ന് ഒരു ഹൃദയപൂർവ്വ സംഭവം ഉണ്ടായതിനു ശേഷം ഇതിന് നോ എന്ന് പറയണ്ട എന്ന് തീരുമാനിച്ചു. മോദി വിളിച്ചാൽ പോകുമെന്ന് തന്നെയല്ലേ അർത്ഥം. സ്വാഭാവികമായും രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ പണ്ടേ സുരക്ഷിത താവളം എന്നുള്ളത് മാത്രമാണ്. 3,20,000 കായംകുളമുള്ള ഓഫീസിലെ കുട്ടികളും അതുപോലെ തന്നെ സമുദായത്തിലെ കുഞ്ഞുങ്ങളും എല്ലാം കാത്തിരിക്കുന്നുണ്ടാവില്ല. ഒരുപാട് പേർക്ക് വിദ്യാഭ്യാസത്തിന് സഹായിക്കാൻ പറ്റുന്നു. അവിടെ എല്ലാ വർഷവും കുട്ടികളെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തുക കൊടുക്കാറുണ്ട്. 3,20,000 ശരി ഉത്തരം നൽകിയാൽ തരുന്ന 10ാമത്തെ ചോദ്യം വഴിയാണ്. ചോദ്യം ഏതാണ്? OV വിജയന്റെ ഏത് കഥയിലാണ് വെള്ളായിയപ്പൻ എന്ന കഥാപാത്രത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്? Which story by OV Vijayan featured the character വെള്ളായിയപ്പൻ? Your option: A. അശാന്തി, B. കാറ്റ് പറഞ്ഞ കഥ, C. കടൽ തീരത്ത്, and D. കുറെ കഥാബീജങ്ങൾ. Go for lifeline. Lifeline brand. Okay, so നമുക്ക് 2 lifeline ആണ്. ഫോണോഗ്രാം ഡബിൾ. ഇത് ഏത് ലൈഫ്ലൈൻ ആണ്? ഫോണോഗ്രാം. 3 പേര് മായമെന്ന് ഇവിടുന്ന് പോയാലും പണിക്ക് ഇവിടെ വെച്ച് കണ്ട എന്താന്ന് വിളിച്ച് ഞാൻ ഓടി വരും. അപ്പോ എന്നെ അറിയാന്ന് പറഞ്ഞ് മുഖം വെച്ച് പോകരുത് കേട്ടോ. ഒരു രസമായിട്ടാ എന്തിനാണ് ഇവിടെ പോകുന്നത്? ഏത് നാട്ടിലൊക്കെ എനിക്ക് പറഞ്ഞു ആരോടുള്ള ദേഷ്യമുണ്ടോ മാറ്റി തീർക്കാനോ ഒന്നും അല്ല ഞാൻ ഇവിടുന്ന് പോകുന്നത്. കുറച്ചു കാലം ഒന്ന് മാറി നിൽക്കണമെന്ന് എനിക്ക് തോന്നിയിട്ട് തന്നെയാണ്. ഒരു ചേഞ്ച് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചത്. പിന്നെ സാറിന്റെ കാര്യത്തിൽ അവർക്ക് നല്ല വിഷമമുണ്ട്. അഭ്യർത്ഥിയെ പറ്റി ഓർത്ത് ജീവിതം ഇങ്ങനെ പാഴാക്കി കളയരുത്. സാറിന് യോജിച്ച ഒരാളെ എനിക്ക് കണ്ടെത്തണം. എനിക്കൊരു വലിയ ആശ്വാസമാണ്. അനുഗ്രഹം എനിക്ക് അവിടേക്കും ഇനി സ്വസ്ഥമായിട്ട് വിളിച്ചിരിക്കും. നിങ്ങളെ ശല്യപ്പെടുത്താൻ ഈ അടുത്ത വീട്ടിൽ ഈ ബാലാമണിയില്ല. ഞാൻ പോകുന്നു.
വീട്ടിൽ നിന്ന് ബോറടിപ്പിക്കുന്നുണ്ട്. ഒന്ന് മാത്രം നീ ഓർത്തു വെച്ചു, ആരോടൊക്കെ ഞാൻ ക്ഷമിച്ചാലും നിന്നോട് മാത്രം ഞാൻ ക്ഷമിക്കില്ല. എന്നോട് നീ ചെയ്തതിനൊക്കെ നിനക്കും ഞാൻ കണക്ക് പറഞ്ഞിരിക്കും. അവതരിപ്പിക്കുന്നു ബാലാമണി. കുറെ കഥാബീജങ്ങൾ പുറത്താണെങ്കിൽ ഓക്കെയാ. സമയം 9. കുറെ കഥാബീജങ്ങൾ ഉത്തരമാണ്. എനിക്ക് മനസ്സിലാകാത്തത് കാറ്റ് പറഞ്ഞത് ഓണത്തില്ല എന്നും പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ അടുത്തൊരു ഓപ്ഷനായിട്ട് അത് ഫിറ്റ് ചെയ്തെടുക്കാൻ പാടുണ്ടായിരുന്നു. എങ്ങനെങ്കിലും തട്ടിമുട്ടി ശരി ഉത്തരം ലോക്ക് ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ ആരാഞ്ഞു. അങ്ങനെ ആരാഞ്ഞാൽ അശാന്തിയും കടൽ തീരത്തും എന്ന് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു ശരി ഉത്തരം കിട്ടിയാണ്. ഓപ്ഷൻ സി കടൽ തീരത്തെന്നും ഓപ്ഷൻ ബി കുറെ കഥാബീജങ്ങൾ എന്നും ലോക്ക് ചെയ്തിരുന്നെങ്കിൽ നമുക്കൊരു ശരി ഉത്തരം കിട്ടി. അങ്ങനെ വന്നാൽ ശരി ഉത്തരം ഏതാണ്? കടൽ തീരത്ത് ഓപ്ഷൻ സി അതാണ് ശരി ഉത്തരം. ഈ വെള്ളായപ്പൻ എന്ന് പറയുന്ന കഥാപാത്രം ഒറ്റയ്ക്ക് ഒരു യാത്രയാണ്. വെള്ളായപ്പൻ വസിച്ചിരുന്ന റിമോട്ട് വില്ലേജിൽ നിന്ന് ജയിലിലേക്ക് പോകാം മകന്റെ ശവശരീരം കൊണ്ടുവരാം. ഒരു ചെറുകഥ കടൽ തീരത്ത്. വീണ്ടും കടൽ തീരത്ത് എന്ന് പറയുന്ന അടുത്ത കഥയിലും ഇതേ വെള്ളായപ്പൻ വരുന്ന കഥാപാത്രമാണ്. കാറ്റ് പറഞ്ഞ കഥ അദ്ദേഹം പറഞ്ഞ് ഉറപ്പില്ലാന്ന് നമ്മളത് വിട്ടു. പിന്നെ ഒരു ഓപ്ഷൻ ഇതെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, മനസ്സിലായി. 1,60,000 രൂപ നേടി രണ്ടാമത്തെ സുരക്ഷിത സ്ഥാപനത്തിൽ എത്തിക്കുന്ന 10ാമത്തെ ചോദ്യത്തിന് അവശേഷിച്ച 2 ലൈഫ് ലൈനും എടുത്തിട്ടും നമുക്ക് ശരിയുത്തരം ലോക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ശരിയുത്തരമായി പോയി ലോക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ട് 10,000 രൂപയുമായിട്ടാണ് മായ കൃഷ്ണകുമാർ ഈ ജയിലിൽ നിന്ന് പുറത്തായി പോകുന്നത്. ഒരുപാട് സ്നേഹം. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നിഷ്ക്രിയപ്പെടുത്തി കഴിയാത്തതിൽ ISI കടുത്ത നിരാശ പ്രകടിപ്പിച്ചതായും റിപ്പോർട്ടുണ്ട്. കഴിഞ്ഞ 25 വർഷത്തിലെ കശ്മീരിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് രേഖപ്പെടുത്തിയത് ഇത്തവണയാണ്. ISIക്ക് ഇത് വലിയ തിരിച്ചടിയായെന്നാണ് പാക് രഹസ്യാന്വേഷണ ഏജൻസി കരുതുന്നത്. അതിനാൽ തന്നെ ശക്തി തെളിയിക്കാൻ കൂടുതൽ തീവ്രവാദ ആക്രമണം നടത്താൻ നിഷ്ക്രിയപ്പെടുത്തിയോട് ISI ആവശ്യപ്പെട്ടതായാണ് സൂചന. ഇതിന്റെ ഭാഗമായി കൂടുതൽ തീവ്രവാദികളെ ഇന്ത്യയിലേക്ക് നടത്താനും ISI ശ്രമിക്കുന്നുണ്ട്. തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി പാകിസ്ഥാന് സാമ്പത്തിക സഹായം നൽകാനുള്ള അമേരിക്കയുടെ തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി ഇന്ത്യ രംഗത്തെത്തി. പാകിസ്ഥാനിലെ തീവ്രവാദ യുദ്ധ നിലപാട് ആത്മാർത്ഥതയില്ലാത്തതാണെന്ന വിദേശകാര്യ വക്താവ് സയ്യിദ് അക്ബറുദ്ദീൻ കുറ്റപ്പെടുത്തി. അൽഖയ്ദ ലഷ്കർ-ഇ-ത്വയ്ബ തുടങ്ങിയ ഭീകര സംഘടനകൾക്കെതിരെ സ്വീകരിച്ച നടപടികൾക്കുള്ള അംഗീകാരം എന്ന നിലയിലാണ് അമേരിക്ക പാകിസ്ഥാന് ധനസഹായം നൽകുന്നത്. $532 മില്യൺ ധനസഹായമാണ് അമേരിക്ക പാകിസ്ഥാന് നൽകുന്നത്. ഇതിനെതിരെയാണ് ഇന്ത്യ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത TV. സിപിഎം സംസ്ഥാന ജില്ലാ നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനം. ആരോടൊക്കെ ഞാൻ ക്ഷമിച്ചാലും എന്നോട് മാത്രം ഞാൻ ക്ഷമിക്കില്ല. എന്നോട് നീ ചെയ്തതിനൊക്കെ നിനക്കും ഞാൻ കണക്ക് പറഞ്ഞിരിക്കും. ഈ അടുത്ത വീട് പുറത്തു വെച്ചു. എന്റെ തെറ്റും ഞാൻ ചെയ്യുന്നത് അവർക്ക് പറഞ്ഞാലും എനിക്ക് വിശ്വസിച്ചോളൂ. പക്ഷെ അമ്മയുടെ സ്ഥാനത്ത് കൊടുത്തിരിക്കുന്ന കുഞ്ഞിനെ കൊല്ലാനുള്ള ക്രൂരതയൊന്നും ഈ വലം പിടിക്കില്ല.
എന്റെ വയസ്സിൽ വളരുന്ന കുഞ്ഞിനെ എന്റെ മോനെ താൻ കഴിഞ്ഞേ കാണുന്നത്. എനിക്കത് അത്രയ്ക്ക് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ